പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം വിശുദ്ധിയാണ്, അതിന് സംശയമില്ല. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നോക്കുക, നമ്മൾ ഓർക്കണം, നമ്മൾ ഈ പ്രവാസകാലം ഭയത്തോടെ, അതായത് എന്തോ കാണിച്ചാലും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഒരുത്തനീടെ പറഞ്ഞതാ, സകല മനുഷ്യരുടെയും സകല പാവങ്ങളും മോഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകും. ഒരു ഏറ്റുപറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാം കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പൊക്കോളുമെന്ന്. അതുകൊണ്ട് ആരും പാപമൊന്നും ഏറ്റുപറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. കാര്യം കർത്താവ് മരിച്ചപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പൊക്കോളും. ആരും നരകത്തിൽ പോകത്തില്ല. ഏറ്റവും ഒടുവിൽ സാത്താനും അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന് ആ പുള്ളി പറഞ്ഞു പിടിപ്പിച്ചു. എന്തൊക്കെയാ കേൾക്കുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓർക്കണം. 19-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 18-19 വാക്യങ്ങൾ നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായിട്ടുള്ള നിങ്ങളെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഓർത്തോണം, യേശു കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയിലേക്ക് നമ്മൾ പോവുകയില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വിശുദ്ധിയിൽ നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയിൽ നമ്മളെ ഒരുക്കുക. ഒരു ഭാഗം കൂടെ പെട്ടെന്ന് ഞാൻ പറയട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തികളായിട്ട് നമ്മൾ വിശുദ്ധിയിൽ ഒരുങ്ങുക. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഒരുക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സഭയിൽ പോകുന്നു, എൻ്റെ പിള്ളേരും ചിലപ്പോൾ സഭയിലൊക്കെ പോയെന്നിരിക്കും. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ? വിശുദ്ധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കുന്നുണ്ടോ? ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുകയാണ്, അല്ലേ? പൊതുവേ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നല്ല കുഞ്ഞുങ്ങളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. നല്ല കുഞ്ഞുങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആത്മീകരായ കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ആത്മീയരായ കുഞ്ഞുങ്ങൾ അത് ഇന്ത്യയിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും ഇപ്പം സോഷ്യൽ ഡ്രിങ്കിങ് ഒന്നും ഒരു പാപമല്ലെന്ന് ചിന്തിക്കുന്ന പിള്ളേർ ഒത്തിരി ഉണ്ട്. സോഷ്യൽ ഡ്രിങ്കിങ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് ഇച്ചിരി മദ്യപിച്ചാലൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിള്ളേരെന്ത് ചെയ്യുമെന്നറിയാമോ? നടന്ന സംഭവമാണ്. ഞാൻ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട പിള്ളേരെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സഭയിൽ പിള്ളേരെല്ലാം കൂടെ സോഷ്യൽ ഡ്രിങ്കിങ്, സഭയിലെ പിള്ളേരാണ്. എന്നിട്ട് അവന്മാർ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇട്ടു. ഏത് കുടിക്കുന്ന പടം എടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇട്ടു. ഇതിനകത്ത് ഒരു പയ്യൻ, അവൻ കല്യാണം കഴിച്ച എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, ഒരു ഭാര്യയും ഭർത്താവും. ആ പെങ്കൊച്ചിനെ ഞാൻ ഒത്തിരി മെൻറ്റർ ചെയ്തതാണ്. ഞാൻ അവളുടെ ഒരു മെൻറ്ററായിട്ട് തന്നെ അവൾ കണക്കാക്കുന്നതും. അപ്പോൾ ഈ പയ്യൻ, അതായത് ഈ മോളുടെ ഹസ്ബൻഡ്, അവൻ ഈ പിള്ളേരെ വിളിച്ച് ഫയർ ചെയ്തിട്ട് പറഞ്ഞു, എടാ നീ കുടിക്കുന്നത് തന്നെ ദൈവത്തിൽ സന്നിധി തെറ്റ്, എന്നിട്ട് ഇത് പബ്ലിക്കായിട്ട് നീ ഫേസ്ബുക്കിനകത്ത് എടുത്തിട്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പിള്ളേരോട് ചൂടായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? സഭക്കാർ ഇവനോട് ചൂടായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നിരിക്കും. നീ അവരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നാളെ സഭയിൽ വരുമോ? അതുകൊണ്ട് അവരെന്തെങ്കിലും കാണിക്കട്ടെ, നീ എന്തിനാ തിരക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ അകന്നു പോയിക്കൊണ്ട്, അതിനിടയ്ക്കും ധീരതയോടെ നിൽക്കുന്ന പിള്ളേർ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പൊതുവേ ആ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കറിയാമല്ലോ, ഈ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന എല്ലാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ ഓരോ കാര്യം, അവിശ്വാസികളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ, വിശ്വാസികൾ, അപ്പനെയും അമ്മയും കൊല്ലുന്ന വിശ്വാസികൾ വരെ പിള്ളേർ ഉണ്ടായിരിക്കുകയാണ്, മയക്കുമരുന്നിന് അടിമകളായ പിള്ളേർ, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നുണ്ടോ നമ്മൾ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ നികൃഷ്ടമായ ഒരു കാലഘട്ടമായിരുന്നു അത്, ഇല്ലേ? അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ദൈവത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പൂർവ്വകാല വേർഷനാണ് നോഹയുടെ കാലയളവിലുണ്ടായിരുന്നത്. തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. യാതൊരു രീതിയിലും ആത്മീയത, ദൈവം പറയുന്നത് കേൾക്കാൻ കാതു തുറക്കാത്തവരായ ആളുകൾ.
എന്നാൽ ആ തലമുറയിൽ ജീവിച്ച നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. പ്രിയമുള്ളവരെ, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം ഈ നോഹയുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. നോഹ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലയളവിൽ ലോകത്തിൽ കർത്താവിൻ്റെ പാത പിന്തുടർന്ന ഒറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് നോഹയായിരുന്നു. പക്ഷേ നോഹയുടെ മക്കൾ നോഹയുടെ കൂടെ നിന്നു. പെട്ടവൻ പണിതിട്ട് ഈ പിള്ളേരെ ഒന്നും വിഷമിച്ച് കയറ്റിയതൊന്നുമല്ല. അവർ നോഹയെ അനുസരിച്ചവരാ. നോഹയും നോഹയുടെ മക്കളും നോഹയുടെ മരുമക്കളും നോഹയുടെ ഭാര്യയും. ഞാൻ ആ കുടുംബത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ കുഞ്ഞുങ്ങൾ കോളേജിലൊക്കെ പഠിച്ചെങ്കിൽ അന്നത്തെ കാലത്ത് എന്തുമാത്രം ഹരാസ്മെൻ്റ് അവർ അനുഭവിച്ച് കാണും. ചിലപ്പം നോഹയുടെ പിള്ളേരോട് ചോദിക്കും, എടാ നിൻ്റെ അപ്പൻ എന്നാ ജോലി? എൻ്റെ അപ്പൻ വലിയൊരു കപ്പൽ പണിയാണ്. കപ്പൽ പണിയാണോ? അതെവിടാടാ? മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് വല്ലതും ആണോ? അല്ല, പിന്നെ പർവ്വതത്തിൻ്റെ മുകളിലാണ്. ഇവിടെ കപ്പൽ പണിയുന്നത് പർവ്വതത്തിൻ്റെ മുകളിലാണോ? കപ്പൽ പണിയാണെങ്കിൽ കടലിനടുത്തല്ലേടാ പണിയേണ്ടത്? അല്ല, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കപ്പൽ പണിത് കഴിയുമ്പം കടൽ ഇങ്ങോട്ട് വന്നോളുമെന്ന്. കടൽ ഇങ്ങോട്ട് വരുമെന്നു? അതെങ്ങനെയാടാ? അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. അന്ന് മഴയൊന്നും കോമൺ അല്ല. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാം പറഞ്ഞു കാണും, നല്ല പിള്ളേരാ, പറഞ്ഞിട്ട് തന്നെ കാര്യം, അപ്പന് ഭ്രാന്ത് പിടിച്ചു പോയി. അങ്ങനെ പറഞ്ഞ് കളിയാക്കി ആയിരിക്കണം നോഹയുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. കളിയാക്കൽ കേട്ടൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും. ഞങ്ങളുടെ അപ്പച്ചൻ ദൈവത്തെ വിളിക്കുന്ന ആളാണ്. ഞങ്ങളുടെ അപ്പച്ചനോട് സംസാരിക്കുന്നത് ദൈവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതിലും വലിയൊരു ഭാഗ്യമില്ല. എൻ്റെ മക്കൾ എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിലില്ല. ഈ കപ്പലിൻ്റെ പണിക്ക്, പെട്ടകത്തിൻ്റെ പണിക്ക് ഈ പിള്ളേർ കൂടെ നിന്ന് പണിതു. ദൈവം പറഞ്ഞത് മാത്രം. ഇപ്പം 40 മുഴം നീളമുള്ള ഒരു കമ്പ് മുറിച്ചുകൊണ്ട് വാടാ, അല്ലെങ്കിൽ ഒരു പലക എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 39.25 ഉള്ളെങ്കിൽ നോഹ പറയും, നോ, ദൈവം പറഞ്ഞത് 40 എന്ന് പറഞ്ഞാൽ ഈ 39.25 കളഞ്ഞേച്ച് 40 മുഴം നീളമുള്ളത് തന്നെ അവൻ കൊണ്ടുവരും. അങ്ങനെ പണിതത് കൊണ്ടാണ് ആ കപ്പൽ മുങ്ങാഞ്ഞത്. ദൈവം പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നടന്നു. പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ അവരെ ഒരുക്കണം. നമ്മൾ മാത്രം പോരാ. യോശുവയുടെ പുസ്തകം 24-14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. അവിടെ നമ്മൾ പറയുന്നത്, യോശുവ പറയുക, നിങ്ങൾക്കിഷ്ടമുള്ള ദൈവങ്ങളെയൊക്കെ നിങ്ങൾ സേവിച്ചു, എനിക്കറിയത്തില്ല, പക്ഷേ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം. എൻ്റെ മക്കൾ വിശുദ്ധിയിൽ ഒരുങ്ങണം. എൻ്റെ മക്കളെ ഞാൻ ഒരുക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എത്ര അത്ഭുതകരമായ ഒരു കാര്യം! എത്ര അത്ഭുതകരമായ കാര്യം! അപ്പനും മക്കളും ഒരുപോലെ ദൈവത്തെ സേവിക്കുന്ന അവസ്ഥ. ഇതുപോലെ ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ കാണുന്നുണ്ട്. അതുകൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം. യിരെമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 35-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ എനിക്ക് തന്നെ മനസ്സിലാകാത്തതായ ഒരു കാര്യമാണ്. അവിടെ യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവിൻ്റെ യഹോയാക്കീമിൻ്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയെങ്കിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ യിരെമ്യാവിനോട് പറഞ്ഞു, നീ രേഖാബ്യ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുക. ദൈവം യിരെമ്യാവിനോട് പറയുക, നീ രേഖാബ്യ ഗൃഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുക, ഇവിടെ പാടാ മക്കളെ, നീ ദേവാലയത്തിനകത്ത് വാ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ. പക്ഷേ എന്തൊരു കഷ്ടമാണെന്ന് പറയാം, വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഹബസിന്യാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ മകൻ യയൻസന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും അവൻ്റെ സകല പുത്രന്മാരെയും രേഖാബ്യഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിൻ്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസേയാവിൻ്റെ മുറിക്ക് മീതെ ഇഗ്ദല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ രേഖാബ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
പറയുന്നത് ആരാ? പ്രവാചകൻ. എവിടെ ഇരിക്കുന്നത്? ദേവാലയത്തിനകത്തെ മുറിയിൽ. പ്രവാചകൻ പറയുക, നീ കുടിച്ചോ എന്ന് പറയുക. അപ്പോൾ ആൾക്കാർക്ക് എന്തെല്ലാം പറയും? ആരാ പറഞ്ഞ? പ്രവാചകനല്ലേ പറഞ്ഞത് വീഞ്ഞു കുടിച്ചോളാൻ. എവിടാ? ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവരെന്താ പറഞ്ഞത്? അതിന് അവർ 6-ാമത്തെ വാക്യത്തിൽ അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടായിരിക്കരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തും ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്ത് ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് നടക്കുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, മാനുഷികമായി പറഞ്ഞാൽ എത്ര അനുകൂല സാഹചര്യമല്ലേ. ഒത്തിരി വാദിക്കാനും എല്ലാം ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞു, നോ, ഞങ്ങളുടെ പിതാവ് യോനാദാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്. ഞങ്ങൾ കുടിക്കത്തില്ല. അതിനി പ്രവാചകൻ കൊണ്ട തന്നാലും ഞങ്ങൾ കുടിക്കത്തില്ല. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്. നോക്കുക, വളരെ കൃത്യമായിട്ട്, അതായത് എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ആ പിതാവ് പറഞ്ഞതിനെ അനുസരിക്കുന്നവരായ രേഖാബിൻ്റെ കുടുംബക്കാർ, യോനാദാബിൻ്റെ മക്കൾ, അവൻ വീഞ്ഞു കുടിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ അനുഭവത്തിൽ വളർത്തണം, കൃത്യമായും ആ അനുഭവത്തിൽ വളർത്തണം. കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? വിശുദ്ധിയിൽ ഒരുങ്ങണം. വിശുദ്ധിയിൽ ഒരുങ്ങണം. എൻ്റെ കുടുംബത്തെ ഒരുക്കണം, എൻ്റെ മക്കളെ ഒരുക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ നമ്മുടെ സാമുദായിക ഭവനങ്ങളിൽ പോലും എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസികളുടെ വീട്ടിൽ പോലും കുടുംബ പ്രാർത്ഥന കേൾക്കാനില്ല. അപ്പനൊരു വഴി, അമ്മ മറ്റൊരു വഴി, മക്കൾ പെരുവഴി എന്ന് പറയുന്നത് പോലെ അവിടെ ഇവിടെ എല്ലാമായിട്ട്. ഇനി പ്രാർത്ഥനയ്ക്ക് വന്നാലും മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആത്മീയത പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഭവനത്തിലാണ്. അവരോട് പറ, കുഞ്ഞുങ്ങളെ, കർത്താവ് വരുന്നു. ഈ കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അത് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അനുസരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കുക. നമ്മുടെ വീട്ടിലെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കുക. സഭയെ ഒരുക്കുന്ന കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നാളെ അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്: കർത്താവിൻ്റെ വരവ്, ദൈവജനത്തിൻ്റെ ഒരുക്കം, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വരുന്നു, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. വ്യക്തിപരമായി ഒരുങ്ങണം. എങ്ങനെ? വിശുദ്ധിയിൽ ഒരുങ്ങണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുവാനുള്ളവരാണ് നമ്മൾ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അവനിൽ ഈ പ്രത്യാശയുള്ളവർ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കർത്താവ് വരുമ്പോൾ അവനെ ഞാൻ എതിരേൽക്കുന്നത് അവൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ടായിരിക്കണം. അത് പ്രത്യാശിക്കുന്നവർ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗപിതാവേ, നിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നുമല്ല ഞങ്ങൾ മെനക്കിടുന്നത്. നീ എന്ന് വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ പറഞ്ഞിരിക്കുന്ന നിൻ്റെ വാചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് നീ വരുമോയെന്ന് ഞങ്ങൾക്കറിയില്ല. വന്നാൽ നിൻ്റെ വരവെങ്കിൽ ഞങ്ങൾ എടുക്കപ്പെടണം. ഞങ്ങൾ എടുക്കപ്പെടുക മാത്രമല്ല, വിശുദ്ധിയിൽ എടുക്കപ്പെടണം. നിൻ്റെ അതേ രൂപമായി സ്വരൂപം ഞങ്ങളിൽ പതിഞ്ഞ് തേജസ്സാകുന്ന കർത്താവിനെ, തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനെ, അതേ കർത്താവെ, നിൻ്റെ തേജസ് ഞങ്ങൾ പ്രാപിക്കണം. നിൻ്റെ രക്തത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു. നിൻ്റെ ജീവനാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ തേജസ്കരിക്കപ്പെടും.
നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ നീതീകരിച്ചു. ഇന്ന് നീതീകരിക്കപ്പെട്ട ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന അടുത്ത സ്റ്റെപ്പാണല്ലോ വിശുദ്ധീകരണം. നിന്റെ വരവിന് വേണ്ടി വിശുദ്ധീകരണത്തിൽ ഒരുങ്ങുവാൻ നീ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം നീ ഒരുക്കണമേ. നിന്റെ കൃപ ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.